ശ്രീ ആനന്ദ് കൊച്ചുകുടി സ്വാഭാവികമായിട്ടും സംശയിക്കും കെ.സി. വേണുഗോപാൽ തുടക്കമിട്ട് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിനും വി.ഡി. സതീശനുമെതിരെ വിമർശനം ഉന്നയിക്കുവാനും വിവാദത്തിലാക്കുവാനും പ്രതിരോധം സൃഷ്ടിക്കുവാനും എന്ന്. പക്ഷേ അങ്ങനെയാണോ? താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇതിൽ പലതിലും കെ.സി. പക്ഷക്കാരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കെ.സിയുടെ കൈ തന്നെയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണോ? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? അതോ യാദൃച്ഛികമോ? അല്ല, ഇത് യാദൃശ്ചികമാകാം, എന്നാൽ കെ.സി. വേണുഗോപാലിൻ്റെ കൃത്യമായിട്ടുള്ള നീക്കവുമാകാം. ഇതിൽ രണ്ടും സംഭവ്യമാണ്. കാരണം ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഇതിൽ ചരട് വലിക്കുന്ന നേതാക്കൾ എല്ലാം കെ.സി. പക്ഷക്കാരാണ്. പിന്നെ കെ.സി. വേണുഗോപാലിൻ്റെ ബുധനാഴ്ചത്തെ പത്രസമ്മേളനം അത് വളരെ നിർണായകമായിട്ടൊരു സന്ദർഭത്തിലാണ് ആ പത്രസമ്മേളനം വന്നത്. വി.ഡി. സതീശൻ നിയമസഭയിൽ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയതിന് തൊട്ടു പുറകെ അതിന് കണിശത പോരാ എന്ന രീതിയിൽ കെ.സി. വേണുഗോപാൽ പത്രക്കാരെ കാണുന്നു. അദാനിയുടെ കളി കേരളത്തിൽ നടക്കില്ല, മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല, ഇത് ബി.ജെ.പി. ഭരിക്കുന്ന സർക്കാരല്ല എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തുന്നത് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം നടത്തുന്നത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അദ്ദേഹം കേരള സർക്കാരിനെ വിമർശിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം പരോക്ഷമായിട്ട് സതീശനെ വെട്ടിലാക്കുക തന്നെയാണ് അന്നത് ചെയ്തത്. അന്നത്തെ ദിവസം ഈ ബുധനാഴ്ച തന്നെയാണ് അന്ന് ഈ കത്ത് അദാനി ഗ്രൂപ്പ് കത്ത് പോർട്ട് സെക്രട്ടറിക്ക് കൈമാറിയതും അതിനുശേഷം വീണ്ടും സതീശൻ കടുപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വേണുഗോപാലിൻ്റെ മാത്രമല്ല ദീപാദാസ് മുൻഷിയും സതീശനെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്ന നിലയ്ക്ക് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ആ വിഷയത്തിൽ ഹൈക്കമാൻഡിന് ഒരു അതൃപ്തി ഉണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ വേണുഗോപാലിൻ്റെ ഇടപെടലിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ആദ്യം മഞ്ജുഷ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ PM നിയാസ് വളരെ പരസ്യമായിട്ട് തന്നെ ഈ ശേഷാദ്രിനാഥിനെതിരെ വരികയും അതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയിട്ട് പരസ്യമായിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ സതീശൻ കാണാതിരിക്കുകയും പിന്നെ M.R. അഭിലാഷ് എന്ന് പറയുന്ന എറണാകുളത്തെ വളരെ ചുരുങ്ങിയ കെ.സി. പക്ഷക്കാരിൽ ഒരാളായിട്ടുള്ള M.R. അഭിലാഷ് ഇങ്ങനെ ഒരു കത്ത് KPCC അധ്യക്ഷന് കൊടുക്കുകയും KPCC അധ്യക്ഷൻ അതിനെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് എറണാകുളത്ത് വെച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ തമാശയായിട്ട് വളരെ ഇതെന്താണ് എന്തൊക്കെയോ നടക്കുന്നു, എന്നാൽ അതിന്റെ ആ കത്തിന്റെ വ്യക്തമായ രൂപം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കത്ത് പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ആ കത്തിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് അത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതിൽ വിഴിഞ്ഞമുണ്ട്. വിഴിഞ്ഞത്തിന് മുൻപ് അതിൽ AGയുടെ നിയമനം തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ പ്രധാനപ്പെട്ട പദവികളിൽ നിയമന തീരുമാനങ്ങൾ എടുത്തത് അത് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ചില ആളുകളുടെ ഇടപെടലുണ്ടായിരുന്നു അതിന് എന്നുള്ള കാര്യം ഈ കത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് M.R. അഭിലാഷ് എന്ന KPCC ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹം കൊടുത്തു. ആ കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ KPCC പ്രസിഡന്റ് അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് AGയുടെ നിയമനം തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനം അതും കൂടിയാലോചന ഇല്ലാതെയാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം തെറ്റായിപ്പോയി, സംഘപരിവാർ ബന്ധമുള്ളയാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഒരു KPCC ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചിട്ടും അനുവാദം കൊടുക്കാത്തത് ഇക്കാര്യവും ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിയമസഭയിൽ KPCC ഓഫീസിലേക്ക് ഫയൽ കൊണ്ടുപോയി തീരുമാനമെടുക്കുന്നയാളായിരിക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി എന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ UDF മുഖ്യമന്ത്രിമാർ ഇങ്ങനെയാണ് തീരുമാനമെടുത്തിരുന്നത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. അവിടെ CPM-നെതിരെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എങ്കിലും അത് കോൺഗ്രസിലെ വെട്ടിലാക്കുന്ന അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായി പോയി എന്ന് കത്തിൽ പറയുന്നുണ്ട്. അദാനിക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ സോഫ്റ്റായി പോയി മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ആ വിശദീകരണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ കത്തിൽ. ഇങ്ങനെയുള്ള പിന്നെ നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചനയില്ല. അത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ അത് പ്രകടമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ KPCC യോഗം വിളിക്കുവാനുള്ള സാധ്യത ഇപ്പോഴില്ല. മാത്രമല്ല KPCC പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇത് കെ.സി. പക്ഷക്കാരനായ ഒരാളാണ്. M.R. അഭിലാഷ് കെ.സി. പക്ഷക്കാരനാണ്. അദ്ദേഹമാണ് കത്ത് കൊടുത്തത്. പക്ഷേ പാർട്ടിയിൽ സതീശനെതിരെയുള്ള ഒരു പടയൊരുക്കം അതിപ്പോൾ
പല നേതാക്കളും രംഗത്തെത്തുന്നുണ്ട്. അത് കെ സി പക്ഷക്കാരനായതുകൊണ്ട് കെ സി ആണ് ഇതിന് പിന്നിൽ, വ്യക്തമായ ചരടുവലി കെ സിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്നല്ലേ താങ്കൾ പറയുന്നത്? തീർച്ചയായും ഇത് കെ സി വേണുഗോപാലാണ് ഇതെല്ലാം പുറകിൽ നിന്ന് പപ്പറ്റിയറായിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നത് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവരെല്ലാവരും കെ സിയുടെ ആൾക്കാരാണ് എന്നുള്ളത് സാന്ദർഭികമായിട്ട് നമ്മൾ അത് കാണേണ്ടതാണ്. അത് യാദൃശ്ചികമാകാം, അല്ലെങ്കിൽ അല്ലാതാകാം. അത് രണ്ടിൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ഈ മുഖ്യമന്ത്രി ചർച്ച നടന്നപ്പോൾ, തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപ് മുതൽ ഇവിടെ ആരാണ് മുഖ്യമന്ത്രി ആകുന്നത് എന്ന തരത്തിൽ വലിയ ചർച്ച നടന്നപ്പോൾ ഈ വി ഡി സതീശൻ്റെ മംഗലാപുരം യാത്ര ഉൾപ്പെടെ പല കാര്യങ്ങൾ നടക്കുന്ന ആ സമയത്ത് ഇവിടെ വലിയ തോതിൽ കെ സി പക്ഷക്കാർ വലിയ തോതിൽ ചരട് വലിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചാനലുകളിൽ പോയി, അല്ലെങ്കിൽ പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ പോയി എഡിറ്റർമാരെ കാണുക തുടങ്ങി, അല്ലെങ്കിൽ പല ചാനലിൽ പോയി സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ വശീകരിക്കാൻ നോക്കുക, അവരെയൊക്കെ വിലപേശി അവരെയൊക്കെ വിലക്കെടുക്കാൻ നോക്കുക. ഇതുപോലുള്ള പല കാര്യങ്ങളും കെ സി പക്ഷക്കാർ പ്രത്യേകിച്ചും മറ്റാൾക്കാരും ചെയ്തിരുന്നു. എങ്കിലും കെ സി പക്ഷക്കാർ ഒരു പടി മുകളിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ കെ സി ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ആ നേതാക്കളെല്ലാം എന്ത് പറയുമായിരുന്നു? ഇല്ല, ഇതെല്ലാം ഞങ്ങൾ സ്വന്തം താല്പര്യപ്രകാരം ചെയ്യുന്നതാണ്, കെ സി ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയാമായിരുന്നു ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും എന്താ പറയുന്നത് സ്വന്തം വില കളയുന്ന രീതിയിൽ ഇതിൽ ഇടപെട്ട കെ സി വേണുഗോപാൽ അവസാനം രാഹുൽ ഗാന്ധിക്ക് തന്നെ കെ സിയോട് അടങ്ങൂ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിൽ കെ സി സ്വയം കളിച്ച് നശിപ്പിച്ച് സതീശന് ഒരു താലത്തിൽ വെച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോയി. അന്ന് നമ്മൾ കെ സി വേണുഗോപാൽ അതിൻ്റെ പുറകിൽ കളിച്ചതായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ ഇപ്പോൾ ഈ നേതാക്കളെല്ലാം ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളുടെ പുറകിൽ കെ സി ഉണ്ടാകാം, അല്ലെങ്കിൽ കെ സി പക്ഷക്കാരായിട്ടുള്ള ഇവർ അതിനുള്ള ഒരു കോപ്പ് കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ കെ സിക്ക് ഇവിടെ ഇറങ്ങി കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇവിടെ നിയാസ് ആദ്യം തന്നെ ഈ ശേഷാദ്രിനാഥിനെതിരെ ചാനലുകളിൽ സംസാരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പരസ്യ പ്രകടനം നടത്തിയത് കൊണ്ടാണ് വി ഡി സതീശൻ കാണാതിരുന്നത്. പിന്നെ ഈ വി ഡി സതീശൻ ചില പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് കെ പി സി സി അധ്യക്ഷൻ അല്ലെങ്കിൽ കെ പി സി സിയിൽ പോയി പാർട്ടിയുമായിട്ട് ഓരോ ദൈനംദിന കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കേണ്ടതില്ല, നയപരമായ കാര്യങ്ങൾ മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ യു ഡി എഫിൽ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഇതിന് മുൻപ് അങ്ങനെയായിരുന്നു. മുൻപൊക്കെ ഇവിടെ ആന്റണി ആണെങ്കിലും കരുണാകരനാണെങ്കിലും മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ അവർ ആന്റണി മുഖ്യമന്ത്രിയാണെങ്കിൽ കരുണാകരനോട് ഒരു വാക്ക് പറയും, അല്ലാതെ ഈ കോൺഗ്രസിലുള്ള എല്ലാ ആൾക്കാരോടും അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ പോലും അറിയാതെ ഇതുപോലെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധന കാര്യം വളരെ വളരെ സമീപകാലത്ത് നടന്നൊരു കാര്യമാണ്. 2001 ഇവിടെ 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്ന ആന്റണി വളരെ വേഗം 2-3 വർഷത്തിനുള്ളിൽ ഇവിടെ എങ്ങനെയാണ് ആ സർക്കാരിന് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നത് എന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഈ 101, 102 അംഗങ്ങളുമായിട്ട് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശൻ്റെ മുന്നിൽ ഇപ്പോഴത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കാണാൻ കഴിയുന്നത്. സതീശനാണെങ്കിൽ കരുണാകരൻ്റെ ശൈലിയിൽ മുന്നേറുകയാണ്. അദ്ദേഹം പല കാര്യത്തിലും പാർട്ടിയെ പൂർണ്ണമായി അദ്ദേഹം വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇവിടെ ഒരു കെ പി സി സി അധ്യക്ഷൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു ജൂനിയർ മിനിസ്റ്റർ, താരതമ്യേന മോശം വകുപ്പ് കിട്ടി വൈദ്യുതി മന്ത്രിയായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇവിടെ അധികാര വടംവലിയിൽ വി ഡി സതീശന് വലിയ വിജയമുണ്ടായി. അതിന് മുസ്ലിം ലീഗ് അദ്ദേഹത്തെ വളരെ പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തെ പിന്തുണച്ചപ്പോൾ മുസ്ലിം ലീഗിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മുസ്ലിം ലീഗിലെ ചില നേതാക്കളെയൊക്കെ സതീശൻ വിശ്വാസത്തിൽ എടുത്തിട്ടുമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പോലെ ചില നേതാക്കളെയൊക്കെ അദ്ദേഹം വിശ്വാസത്തിൽ എടുത്തിട്ട് കൂടിയുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് ഇവിടെ ഒന്നും പറയാൻ വയ്യ. കെ സി വേണുഗോപാൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങി കളിക്കാനുള്ള ചില അവസരങ്ങൾ സതീശൻ കൂടി അങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തുവരികയാണ്. അതിനനുസരിച്ചുള്ള കളിയായിരിക്കാം കെ സി വേണുഗോപാലിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും കെ സി പക്ഷക്കാരാണ് ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നവരിൽ ഭൂരിഭാഗവും. ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകിയതും കെ സി പക്ഷക്കാരനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ നിയമനം ചോദ്യം ചെയ്തതും കെ സി പക്ഷക്കാരനാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.